Good afternoon. Good afternoon, Miss. Good afternoon. കഴിഞ്ഞ ഭാഗങ്ങളിൽ വായിച്ചു നോക്കിയായിരുന്നു. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഏതാണ്? ഏരിയാസ് ഓഫ് പിൽഫ്രേജ് അല്ലേ? അത് തുടങ്ങിയല്ലേ എടുക്കേണ്ടത്? ഏരിയാസ് ഓഫ് പിൽഫ്രേജ്. 1 minute കേട്ടോ, ഒന്ന് മ്യൂട്ട് ആക്കിക്കോട്ടെ. ഏരിയാസ് ഓഫ് പിൽഫ്രേജ്. ഓക്കെ, എന്താണ്? കിച്ചണുമായിട്ട് ബന്ധപ്പെട്ട മോഷണങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണുമായിട്ട് ബന്ധപ്പെട്ട പോകുന്ന എങ്ങനെയെല്ലാം രീതിയിൽ മോഷ്ടിച്ചു കൊണ്ടുപോകാം എന്നുള്ള 3 കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, കിച്ചൺ, റോ മെറ്റീരിയൽസ് ബിഫോർ കുക്കിംഗ്, cooked foods, food materials lost when transported from kitchen to bar. എന്താണ്? കുക്ക് ചെയ്തിരിക്കുന്നതിന് മുമ്പ് അല്ലെ, മുമ്പുള്ള ഞാൻ പറഞ്ഞു അസംസ്കൃത വസ്തുക്കളായിട്ട് ഓരോ ഡപ്പയിലോ അല്ലെങ്കിൽ ഒരു പെട്ടിയിലാക്കി വെച്ചിട്ടുണ്ടാവും അല്ലെ ഓരോരോ കാര്യങ്ങള്. അപ്പോ അതൊക്കെ മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നുണ്ട്? കുക്ക് ചെയ്തതിന് മുമ്പായിട്ട് കിച്ചണിൽ നിന്ന് മോഷണം പോവാം. അതുപോലെ തന്നെ കുക്ക്ഡ് ആയിട്ടുള്ള ഫുഡ്സ് കുക്ക് ചെയ്തതിനു ശേഷവും എന്താണ് കിച്ചണിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാം? മോഷണം പോകുന്നുണ്ട്. ഫുഡ്സ് മെറ്റീരിയൽ ലോസ് വെൻ ട്രാൻസ്പോർട്ടഡ് ഫ്രം കിച്ചൺ ടു വാർഡ്. അതുപോലെ തന്നെ എന്താണ് ഓരോ രോഗികൾക്കും കിച്ചണിൽ നിന്ന് ഫുഡ്സുകൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അവിടേക്ക് അല്ലെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുമ്പോഴും മോഷണം സംഭവിക്കുന്നുണ്ട്. അപ്പൊ 3 രീതിയിലാണ് കിച്ചണിൽ നിന്ന് സാധനങ്ങൾ മോഷണം പോകുന്നത്. ബിഫോർ കുക്കിങ്ങിന്റെ ടൈമില്, അതുപോലെ തന്നെ കുക്ക്ഡ് ഫുഡ് ആയിട്ടുള്ള ടൈമില്, അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ നടത്തുമ്പോ. ക്ലിയർ ആയില്ലേ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ അത്. ഇനി നോക്കിയേ, ഡ്രഗ് സ്റ്റോഴ്സ്. ഡ്രഗ് സ്റ്റോഴ്സിൽ നിന്ന് ഏതെല്ലാം രീതിയിൽ മോഷണം പോകുന്നുണ്ട്? ഫസ്റ്റ് പോയിന്റ് ആണ് കാഷ്വാലിറ്റി ആൻഡ് എമർജൻസി സർവീസസ്. പറഞ്ഞു അല്ലെ, കാഷ്വാലിറ്റി എന്താണ്? എമർജൻസി ആയിട്ട് അല്ലെങ്കിൽ കാഷ്വാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുമ്പോ, എമർജൻസിയുമായിട്ട് കൊണ്ടുവരുമ്പോ ആ രോഗിയിലേക്കായിരിക്കും അവിടെയുള്ള മൊത്തം സ്റ്റാഫുകളുടെ ശ്രദ്ധ പോകുന്നത് അല്ലെ. ആ പേഷ്യന്റിനെ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ എന്തെങ്കിലും മെഡിസിൻസ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ നല്ല രീതിയിൽ ഒരു ബെറ്റർ കെയർ ആരോഗ്യ ജീവിതത്തിലേക്ക് മുമ്പോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കും ആളുകളുടെ ശ്രദ്ധ, അവിടെയുള്ള മൊത്തം സ്റ്റാഫുകളുടെ ശ്രദ്ധ. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് ചെയ്യുന്നത് മറ്റ് സ്റ്റാഫുകൾ വന്നിട്ട് ഡ്രഗുകൾ എടുത്തുകൊണ്ട് പോവാം, മോഷണം അങ്ങനെ പോവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ എന്താണ്? ഏരിയാസ് ഹാൻഡ്ലിംഗ് സീരിയസ് ആൻഡ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ലൈക്ക് മെറ്റേണിറ്റി വാർഡ്. എന്താണ്? സ്റ്റീലിംഗ് ഓഫ് ന്യൂ ബോൺ ബേബീസ് അല്ലെ. എന്താ പറയുന്നത്? മെറ്റേണിറ്റി വാർഡിൽ നിന്ന് ന്യൂ ബോൺ ബേബീസിനെയൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോകാറുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. മെറ്റേണിറ്റി വാർഡിൽ നിന്ന് കുട്ടികളെ എടുത്തുകൊണ്ട് പോകുന്നു, മോഷ്ടിച്ചു കൊണ്ടുപോകാറുണ്ട്. അതുപോലെ എന്താണ്? ലേബർ റൂംസ്, ICCU. എന്താണ് ICCU? എന്താണ് ICCU ഫുൾ ഫോം? ICCU പഠിച്ചിട്ടുണ്ടാവുമല്ലോ. എന്താ? ഇന്റൻസീവ് കൊറോണറി കെയർ യൂണിറ്റ് ട്ടോ. ഓക്കെ, ഇനി എന്താണ്? മോർച്ചറി. മോർച്ചറിയുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ മോഷണം പോവാം? എന്താ മോഷണം പോകുന്നത് മോർച്ചറിയുമായിട്ട് ബന്ധപ്പെട്ട്? മോർച്ചറിയുമായിട്ട് ബന്ധപ്പെട്ട് ഡെഡ് ബോഡീസ് മോഷണം പോവാം, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി എന്താണ്? കാർഡിയോതൊറാസിക് യൂണിറ്റ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ്, ആക്സിഡന്റ് യൂണിറ്റ്, പീഡിയാട്രിക് യൂണിറ്റ്, OT ഓപ്പറേഷൻ തിയേറ്റർ. ഇവയിൽ നിന്നൊക്കെ എന്തെല്ലാമാണ് മോഷണം പോകുന്നത്? ജനറൽ ഐറ്റംസ് വിൽ ബി സ്റ്റീൽ, ലൈവ് ബ്ലേഡ്, അതുപോലെ തന്നെ ഡ്രഗുകള്, അതുപോലെ തന്നെ ഗ്ലൗസുകള്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് മോഷണം പോകുന്നത്. ഇനി വാർഡ് ആൻഡ് സെക്ഷനിൽ നിന്ന് അല്ലെ, ഓരോ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ പോവാനായിട്ട് മോഷണം പോകാൻ പറ്റും? മോഷണം സംഭവിക്കുന്നുണ്ട് വാർഡുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോ
ലിനൻ തുണിത്തരങ്ങൾ അല്ലെ, ക്ലോത്തുമായിട്ട് ബന്ധപ്പെട്ട ഐറ്റംസുകള്, അതുപോലെ സോപ്പ്, ടോർച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാർത്തുമായിട്ട് ബന്ധപ്പെട്ട് മോഷണം പോകാറുണ്ട്. പിന്നെ എന്താണ് വർക്ക്ഷോപ്പ് ആൻഡ് മെയിൻ്റെനൻസ് പിന്നിങ്, വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ റിപ്പയർസ് അല്ലെ, റിപ്പയർസുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ക്യാഷുകൾ മോഷണം പോവാം, മെറ്റീരിയൽസ് മോഷണം പോകാം. ഇനി ആംബുലൻസ് സർവീസുമായിട്ട് ബന്ധപ്പെട്ട് ആംബുലൻസിൽ നിന്ന് എന്തൊക്കെ പോകാൻ പറ്റും, എന്തൊക്കെ കൊണ്ടുപോകാം, ചാപ്റ്റർ മെറ്റീരിയൽസ് മാനേജ്മെന്റ് കേട്ടോ. അപ്പോ എന്താണ് ആംബുലൻസ് സർവീസിൽ നിന്ന് അല്ലെ, ആംബുലൻസുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ മോഷണം പോകാം, പെട്രോള്, അതുപോലെ എന്താണ് ഓയില്. ഇനി എന്താണ് ജനറൽ സ്റ്റോഴ്സ് അല്ലെ, ജനറൽ സ്റ്റോഴ്സിൽ നിന്ന് എന്തൊക്കെ മോഷണം പോകാനായിട്ട് പറ്റുന്നത്, എന്തൊക്കെ മെറ്റീരിയൽസ് ആയിരിക്കാം മോഷ്ടിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നത്. ജനറൽ സ്റ്റോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് പേപ്പേഴ്സ്, പെൻ, പെൻസിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു വെക്കാം, ഡൗട്ട് ഒന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി കേട്ടോ. ഇനി എന്താണ് മോഷണവുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ റെമഡിയൽ മെഷേഴ്സ് ആണ് എടുക്കാൻ പറ്റുന്നത്, മുൻകരുതലുകള് അല്ലെങ്കിൽ റെമഡിയൽ മെഷേഴ്സ് എന്തൊക്കെ എടുക്കണം. എന്താണ് എ thorough study of system and identification of loopholes. എന്താണ് loopholes? പഴുതുകൾ അല്ലെ, എന്തൊക്കെയാണ് പഴുതുകൾ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിനാണ് ഏതൊക്കെ സാധനങ്ങൾ ആവശ്യമായിട്ട് വരുന്നത്, എന്തെല്ലാം സാധനങ്ങളാണ് അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റിയിലാണ് അവർക്ക് ആവശ്യമായിട്ട് വരുന്നത് എന്നതിനെ കുറിച്ചുള്ള സ്റ്റഡി നടത്തണം, പഠിക്കണം. അതിനുശേഷം എന്താണ് എന്തെല്ലാമാണ് അവർക്ക് മോഷ്ടിച്ച് കൊണ്ടുപോകാനുള്ള പഴുതുകൾ, ലൂപ്പ് ഹോൾസ് എന്ന് ഐഡന്റിഫിക്കേഷൻ നടത്തിയിട്ട് അതിനുള്ള മെഷേഴ്സ് എടുക്കണം. ഇപ്പൊ എന്താണ് ഞാൻ പറഞ്ഞു, ആദ്യം പറഞ്ഞ എന്താണ് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഏതൊക്കെയാണ് എന്നുള്ളത് സ്റ്റഡി നടത്തി. ഇനി എങ്ങനെയൊക്കെ എല്ലാം മെറ്റീരിയൽസ് അവിടെ നിന്ന് മോഷ്ടിച്ച് കൊണ്ടുപോകാം, എങ്ങനെയെല്ലാം പറ്റും നമുക്ക് മോഷ്ടിച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റും. നമ്മള് ഓവർ സ്റ്റോക്കിംഗ് കൊടുക്കുന്നതിലൂടെ അല്ലെ, നമ്മള് സാധനങ്ങൾ ഏതെല്ലാം ഡിപ്പാർട്ട്മെന്റിലേക്കാണോ ആവശ്യമായിട്ട് വരുന്നത് അത് ഓവർ സ്റ്റോക്ക് കൊടുക്കുന്നതിലൂടെ, ഓവർ സ്റ്റോക്ക് ചെയ്ത് കൊടുക്കുന്നതിലൂടെ, അതുപോലെ തന്നെ എന്താണ് നല്ല രീതിയിലുള്ള ഒരു മോണിറ്ററിംഗ് സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട് തന്നെ മോണിറ്റർ ചെയ്യാനായിട്ട് ആരുമില്ല, നിരീക്ഷിക്കാനായിട്ട് ആരുമില്ലെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാം, മോഷ്ടിച്ച് കൊണ്ടുപോകാം. അതുപോലെ എന്താണ് നല്ല രീതിയിൽ സെക്യൂരിറ്റി ഇല്ലെങ്കിൽ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് എങ്ങനെയെല്ലാമാണ് മോഷ്ടിച്ച് കൊണ്ടുപോകാനായിട്ടുള്ള പഴുതുകൾ ഉള്ളത് എന്ന് ഐഡന്റിഫൈ ചെയ്ത് അതിനുള്ള മെഷേഴ്സ് എടുക്കാം. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. ആദ്യം സ്റ്റഡി നടത്തണം, അതിനുശേഷം ലൂപ്പ് ഹോൾസ് ഐഡന്റിഫൈ ചെയ്യണം, പഴുതുകൾ ഐഡന്റിഫൈ ചെയ്ത് അത് തടയാനായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം. ഇനി എന്താണ് ഇംപ്രൂവ് ദ മോണിറ്ററിംഗ് സിസ്റ്റം. നമ്മൾ നേരത്തെ പറഞ്ഞത് അല്ലെ, മോണിറ്റർ ചെയ്ത് നിരീക്ഷിക്കുന്നതിന്റെ സ്റ്റാഫുകളോ കാര്യങ്ങളോ ഒക്കെ നല്ല രീതിയിൽ വെച്ച് മോണിറ്ററിംഗ് സിസ്റ്റം ഇംപ്രൂവ് ആക്കണം. ഇപ്പൊ എന്താണ് ഒരാള് മോഷ്ടിച്ചു കൊണ്ട് പോകുന്നത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ വാൺ ചെയ്തത് കാണുമ്പോൾ മറ്റാളുകൾക്കൊക്കെ എന്താണ് അതൊരു മാതൃകയാവണം അല്ലെ. ഇനി മോഷ്ടിക്കാൻ പാടില്ല, സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ട് അല്ലെങ്കിൽ മോണിറ്ററിംഗ് സിസ്റ്റം ഇംപ്രൂവ് ആയതുകൊണ്ട് തന്നെ നമ്മളെ പിടിക്കാം എന്നുള്ള രീതിയിൽ മറ്റുള്ളവർക്കും എന്താണ് ഒരു മാതൃകയാണ്. അപ്പോ അങ്ങനെ മോഷ്ടിക്കാനുള്ള പ്രവണത കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി എന്താണ് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് നീഡ്സ് ഓഫ് വാരിയസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് പാർട്സ്. ഇതിൽ പറയുന്നത് എന്താണ് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും നീഡ്സിനനുസരിച്ചിട്ട് വേണം നമ്മൾ എല്ലാ മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അവർക്ക് എത്ര ക്വാണ്ടിറ്റിയാണ് ആവശ്യം അതിനനുസരിച്ച് മാത്രം പ്രൊവൈഡ് ചെയ്യണം. ഓവർ സ്റ്റോക്ക് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാതെ അവർക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ എത്ര ക്വാണ്ടിറ്റിയാണ് അവർക്ക് ആവശ്യമായിട്ട് വരുന്നത് എന്നതിനനുസരിച്ച് വേണം ഓരോ ഡിപ്പാർട്ട്മെന്റിനും സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നെ എന്താണ് ഇൻക്രീസ് ദ നമ്പർ ഓഫ് സെക്യൂരിറ്റി പേഴ്സണൽസ്. സെക്യൂരിറ്റി പേഴ്സണൽസിന്റെ അല്ലെങ്കിൽ സെക്യൂരിറ്റി സ്റ്റാഫുകളുടെ നമ്പർ ഇൻക്രീസ് ചെയ്യണം. ഇനി റൗണ്ട് ദ ക്ലോക്ക് ഹാൻഡ്ലിംഗ് ഓഫ് കോസ്റ്റ്ലി ഡ്രഗ്സ് ബൈ ദ സീനിയർ ഓഫീസേഴ്സ്. എന്താ പറയുന്നത് ഡ്രഗുകൾ അല്ലെ, കോസ്റ്റ്ലി ഡ്രഗ്സ്. കോസ്റ്റ്ലി ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് വില കൂടിയ മെറ്റീരിയൽസ് അല്ലെങ്കിൽ വില കൂടിയ മെഡിസിൻസ്. ഈ വില കൂടിയ മെഡിസിൻസ് എന്ത് ചെയ്യണം, ഈ സീനിയർ ഓഫീസർമാർക്ക് മാത്രം കൈകാര്യം ചെയ്യാവുന്ന രീതിയിലായിരിക്കണം കൊടുക്കേണ്ടത്. മറ്റാർക്കെങ്കിലും എന്താണ് മറ്റുള്ളവർക്ക് കൊടുത്തേണ്ടെങ്കിൽ അവരത് എന്താണ് ചിലപ്പോ
മറച്ചു വെക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് തന്നെ എന്താണ്, സീനിയർ ഓഫീസർമാർക്കായിരിക്കണം ഈ കോസ്റ്റഡ് ഡ്രഗ്സിന്റെ കൈകാര്യം കൊടുക്കേണ്ടത്. അപ്പൊ അവര് മാത്രമായിരിക്കും അതിന്റെ കൺട്രോളിങ് കാര്യങ്ങൾ എന്താണ് മോഷ്ടിച്ച് കൊണ്ടുപോകാനുള്ള പ്രവണതയൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അതുവഴി. ഇനി എന്താണ്, സപ്ലൈ ഓഫ് കോസ്റ്റഡ് ഡ്രഗ്സ് ഓൺ സ്പെഷ്യൽ ഇൻജക്ട് ഓൺലി. എന്താ പറയുന്നത്, കോസ്റ്റഡ് ഡ്രഗ്സ് അല്ലെ, വില കൂടിയ ഡ്രഗ്സുകള് ഈ ഡോക്ടർമാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള അഭ്യർത്ഥന പ്രകാരമായിരിക്കണം മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോ ഡോക്ടർമാരുടെ കുറിപ്പടികളൊന്നും ഇല്ലാതെ മറ്റു സ്റ്റാഫുകൾക്ക് അല്ലെങ്കിൽ മറ്റു പേഷ്യന്റുമാർക്ക് ഒന്നും കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഡോക്ടർമാരുടെ പ്രത്യേക അഭ്യർത്ഥന ഉള്ളത് കൊണ്ട് മാത്രം ആയിരിക്കണം അവർക്ക് ഈ കോസ്റ്റഡ് ഡ്രഗ്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി. അല്ലെങ്കിൽ ചിലപ്പോൾ എന്താണ്, ചിലപ്പോൾ സ്റ്റോറിൽ വന്ന മറ്റു സ്റ്റാഫുകളൊക്കെ ചോദിക്കാം, നിങ്ങൾ തരൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ കോസ്റ്റഡ് ഡ്രഗ്സ് തരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താണ്, ഗവൺമെന്റ് മാർക്കറ്റിന്റെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചില്ലേ, മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് മറിച്ച് വിൽക്കാനായിട്ടുള്ള പ്രവണത ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡോക്ടർമാരുടെ പ്രത്യേക അഭ്യർത്ഥന ഇല്ലാതെ വേറൊരു ആൾക്കും, പേഷ്യന്റിന് മാത്രമല്ലാതെ വേറൊരാൾക്കും കൊടുക്കാനായിട്ട് പാടില്ല. ഇനി എന്താണ്, സർപ്രൈസ് വെരിഫിക്കേഷൻ ആൻഡ് റൂട്ടീൻ ഓഡിറ്റ്. സർപ്രൈസ് ആയിട്ട് വെരിഫിക്കേഷനും റൂട്ടീൻ എന്താണ് ഡേ ടു ഡേ അല്ലെ റുട്ടീൻ ആയിട്ട് അത് ചെക്ക് ചെയ്യുകയും വേണം. ഓഡിറ്റുകള് കണക്കും കാര്യങ്ങളൊക്കെ റുട്ടീൻ ആയിട്ട് ചെക്ക് ചെയ്യാം. എന്തെങ്കിലും കണക്കും കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ എന്താണ് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. മോഷ്ടിച്ചു കൊണ്ടുപോകുന്നുണ്ടോ അല്ലെങ്കിൽ കൊണ്ടുപോയി വിൽക്കുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. റുട്ടീൻ ആയിട്ട് ഓഡിറ്റ് നടത്തണം. ഇത്രയും കാര്യങ്ങളാണ് റെമഡിയൽ മെഷേഴ്സ് ആയിട്ട് വരുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് റെമഡിയൽ മെഷേഴ്സ് ആയിട്ട് വരുന്നത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് വെക്കണം. ക്വസ്റ്റ്യൻ കാണുമ്പോൾ എടുത്ത് എഴുതണം. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി കേട്ടോ. ഡ്രഗ് സ്റ്റോഴ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് വായിക്കാം. ഏരിയാസ് ഓഫ് ഫിൽഫിലേജ് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി, നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. റെമഡിയൽ മെഷേഴ്സ് ഒന്ന് വായിച്ചു വെക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ് കുറച്ച്. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ മെറ്റീരിയൽസ് മാനേജ്മെന്റ് തീർന്നു കേട്ടോ. ഇനി മിസ് എടുക്കാൻ പോകുന്നത് ഓഡിറ്റ് ആണ്. PDF ഉണ്ടോ എല്ലാവരുടെ കയ്യില്? മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഇതിൽ എടുത്തതിൽ ഡൗട്ട് വല്ലതുണ്ടോ? ഓക്കെ ആണോ? ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്യട്ടെ? ചാപ്റ്റർ എത്രയാണെന്ന് അറിയില്ല കേട്ടോ. മിസ്സിന്റെ 12 കിടക്കുന്നത്. 3rd മൊഡ്യൂളാണ്. ഓഡിറ്റിൽ നിങ്ങൾക്ക് ചിലപ്പോൾ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവില്ല. അപ്പൊ മിസ് പറഞ്ഞ തന്നെ അത് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ലെക്ചർ നോട്ട് ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ ആവുമ്പോ എളുപ്പമായിരിക്കും കേട്ടോ. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വെക്കാം കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഓഡിറ്റ്? എന്താ ഓഡിറ്റ്? എല്ലാവരും കേട്ടിട്ടുണ്ടാവല്ലോ ഓഡിറ്റ്. നിങ്ങളത് കുടുംബശ്രീയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണോ? എന്താ ഓഡിറ്റ്? കണക്കെടുപ്പ് അല്ലേ? നിങ്ങൾ കുടുംബശ്രീയിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ എന്ത് ചെയ്യും? കണക്കും കാര്യങ്ങളൊക്കെ ചിട്ടയായിട്ടാണോ എഴുതിയിരിക്കുന്നത്, കറക്റ്റ് ആയിട്ടാണോ എന്ന് നോക്കുന്നതാണ് ഓഡിറ്റ്. വെരിഫിക്കേഷൻ നടത്തുന്നത് അല്ലെങ്കിൽ കണക്കും കാര്യങ്ങളും ഇവാലുവേറ്റ് ചെയ്യുന്നത് കൃത്യമായിട്ടാണോ കണക്കും കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് എന്നുള്ള ഇവാലുവേഷൻ നടത്തുന്നതാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിലാണെങ്കിൽ കണക്കും കാര്യങ്ങളും ഉണ്ടാവും. അതോടൊപ്പം എന്താണ്, അവർക്കൊരു ഹോസ്പിറ്റലാണെങ്കിൽ അവർക്കൊരു നിശ്ചിത സ്റ്റാൻഡേർഡ് നിലവാരം വെച്ചിട്ടുണ്ടാവും. ആ നിലവാരത്തില് അവർ എത്തിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതും കൂടിയാണ് ഹോസ്പിറ്റലുകളിലെ ഓഡിറ്റ് എന്ന് പറഞ്ഞത് അല്ലെ. എന്താ പറഞ്ഞത്? ഒരു നിശ്ചിത സ്റ്റാൻഡേർഡ് വെച്ചിട്ടുണ്ടാവും. ആ സ്റ്റാൻഡേർഡിൽ അവർ എത്തിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു രീതിയും കൂടിയാണ് ഹോസ്പിറ്റലുകളിലെ ഓഡിറ്റ് എന്ന് പറയുന്നത്. കണക്കും കാര്യങ്ങളും ഓൾറെഡി ഉണ്ടാവും. അതുപോലെ തന്നെ അവർ ആ സ്റ്റാൻഡേർഡിൽ എത്തിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഹോസ്പിറ്റലുകളിലെ ഓഡിറ്റ്. ക്ലിയർ ആയോ? നമുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് 2 ഡെഫിനിഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഡെഫിനിഷൻ നോക്കിയേ. A systematic and critical assessment of the planning,
delivery and evaluation of service with regard to efficiency, effectiveness and quality within given resources. എന്ന് പറഞ്ഞത് നൽകിയിരിക്കുന്ന വിഭവങ്ങൾക്കുള്ളിലെ കഴിവ്, കാര്യക്ഷമത, ഗുണനിലവാരം എന്നിവയുമായി ബന്ധപ്പെട്ട സേവനം, ആസൂത്രണം, വിലയിരുത്തൽ എന്നിവയുടെ വ്യവസ്ഥാപിതവും വിമർശനാത്മകവുമായ വിലയിരുത്തലാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. നൽകിയിരിക്കുന്ന വിഭവങ്ങൾക്കുള്ളിലെ കഴിവ്, കാര്യക്ഷമത, ഗുണനിലവാരം എന്നിവയുമായി ബന്ധപ്പെട്ട സേവനം, ആസൂത്രണം, വിലയിരുത്തൽ എന്നിവയുടെ വ്യവസ്ഥാപിതവും വിമർശനാത്മകവുമായ വിലയിരുത്തലാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. കേട്ടിട്ട് വല്ലത് മനസ്സിലായ? ഇതാ പറഞ്ഞത്, നിങ്ങൾക്ക് ഇത് വായിച്ച് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. നല്ല രീതിയിൽ എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരാം കേട്ടോ. എന്താ പറഞ്ഞത്? ഹോസ്പിറ്റലുകളിൽ ആരൊക്കെ ഉണ്ടാവും? ഡോക്ടേഴ്സ് ഉണ്ടാവും, അതുപോലെ നഴ്സുമാരുണ്ടാവും, അതുപോലെ മറ്റ് സ്റ്റാഫുകൾ ഉണ്ടാവും അല്ലെ. അപ്പോ ഇവര് കൊടുക്കുന്ന സർവീസുകൾ നല്ല ഗുണനിലവാരമുള്ള സർവീസുകളാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പേഷ്യന്റിന് കൊടുക്കുന്ന മെഡിസിൻ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള മെഡിസിൻ ആണ് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ടോട്ടലായും സിസ്റ്റമാറ്റിക് ആയും കൃത്യമായും ക്രിട്ടിക്കലായിട്ടും വിലയിരുത്തുന്ന രീതിയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്? ഡോക്ടർമാരുണ്ടാവും, നഴ്സുമാരുണ്ടാവും, അതുപോലെ മറ്റ് സ്റ്റാഫുകൾ ഉണ്ടാവും. ഇവര് 3 പേരും കൂടി ചേർന്ന് എന്താണ് നല്ല രീതിയിലുള്ള ക്വാളിറ്റി കെയർ ആണ് രോഗികൾക്ക് കൊടുക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് നല്ല രീതിയിലുള്ള ക്വാളിറ്റി ആയിട്ടുള്ള മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് രോഗികൾക്ക്. അങ്ങനെ എല്ലാ തരത്തിലെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ടോട്ടലായിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടും കൃത്യതയോട് കൂടിയിട്ടും ക്രിട്ടിക്കലായിട്ടും വിലയിരുത്തുന്ന ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് ഓഡിറ്റ്. മനസ്സിലായോ? എന്താ പറഞ്ഞത്? ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് അല്ലെ. ഇവര് 3 പേരെയും അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ മൊത്തം സ്റ്റാഫുകളെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലേ? ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് പേഷ്യന്റിന് കൊടുക്കുന്ന നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ്, അവർക്ക് കൊടുക്കുന്ന മെഡിസിൻസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും ഒരുമിപ്പിച്ച് ക്രോഡീകരിച്ചുകൊണ്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് ഓഡിറ്റിംഗ്. കിട്ടിയോ? മനസ്സിലായോ എന്താണ് ഓഡിറ്റ് എന്ന് പറഞ്ഞാല്? ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ മനസ്സിലാക്കി എടുക്കാനായിട്ട്. ക്ലിയർ ആയോ? എന്താ പറഞ്ഞത്? ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റ്, അവർക്ക് കൊടുക്കുന്ന മെഡിസിൻസ് അല്ലെ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും ക്രോഡീകരിച്ച് ഇവാലുവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്ന രീതിയാണ് ഓഡിറ്റ്. മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ ആണ്. അപ്പൊ ഫസ്റ്റ് ഡെഫിനിഷൻ ആണ് കേട്ടോ പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഡെഫിനിഷൻസ് രണ്ടും ഒന്ന് വായിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഇനി സെക്കൻഡ് ഡെഫിനിഷൻ പറയട്ടെ മിസ്? ഡൗട്ട് ഉണ്ടോ? എല്ലാവർക്കും മനസ്സിലായോ ഫസ്റ്റ്? ഓക്കെ. ഇനി എന്താണ് സെക്കൻഡ് ഡെഫിനിഷൻ നോക്കിയേ. ഇറ്റ് ഈസ് ദ അസസ്മെന്റ് ഓഫ് ഡാറ്റ, ഡോക്യുമെന്റ്സ് and resources to inspect performance of systems if meet specified standards. എന്താ പറഞ്ഞത്? നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സിസ്റ്റങ്ങളുടെ പ്രകടനം പരിശോധിക്കുന്നതിനുള്ള രീതിയും കൂടിയാണ് ഓഡിറ്റ്. എന്താ പറഞ്ഞത്? നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സിസ്റ്റങ്ങളുടെ പ്രകടനം പരിശോധിക്കുന്നതിനുള്ള രീതി. നമ്മളിവിടെ പറഞ്ഞല്ലേ എന്താണ്? ഡാറ്റ, ഡോക്യുമെന്റ്സ്, റിസോഴ്സസ്. ഇവിടെ ഡാറ്റ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ്സിനെയാണ് ഡാറ്റ എന്ന് പറയുന്നത്. അതുപോലെ പല ഡോക്യുമെന്റ്സ് ഉണ്ടാവും, പേഷ്യന്റിന്റെ ഡോക്യുമെന്റ്സ് ഉണ്ടാവും. അതുപോലെ മറ്റു എന്താണ് ഉറവിടങ്ങൾ അല്ലെ, മറ്റു റിസോഴ്സസുകള് എന്നിവയുടെ വിലയിരുത്തലാണ്. ഈ മൂന്നിന്റെയും വിലയിരുത്തലാണ് ഇത് ഓഡിറ്റ് എന്ന് പറയുന്നത്.
സെക്കൻഡ് ഡെഫിനിഷനിൽ എന്താ പറഞ്ഞത്? ഡാറ്റ, രേഖകൾ, അതുപോലെ തന്നെ ഉറവിടങ്ങൾ, റിസോഴ്സസ് എന്നിവയുടെ എന്നിവ മൂന്നും കൂടി നോക്കിയിട്ടാണ് ഓഡിറ്റ് വിലയിരുത്തുന്നത്. ക്ലിയർ ആയോ? ഓഡിറ്റ് നടത്തുന്നത് മനസ്സിലായോ? പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ടാവും, ഡോക്യുമെന്റ്സ് ഉണ്ടാവും, മറ്റു റിസോഴ്സുകള്, ഇവ മൂന്നും കൂടി നോക്കിയിട്ടാണ് ഓഡിറ്റ് ചെയ്യുന്നത്. കിട്ടിയോ അത്? അപ്പൊ എന്താ പറഞ്ഞത് ഞാൻ? ഹോസ്പിറ്റലിന്റെ പെർഫോമൻസ് അല്ലെ ഞാൻ പറഞ്ഞു. ഹോസ്പിറ്റലിന് ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു നിശ്ചിത സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. ആ സ്റ്റാൻഡേർഡ്സിലോട്ട് ഈ ഹോസ്പിറ്റൽ എത്തിയോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റലുകളിലെ ഓഡിറ്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിൽ നടത്തുന്ന ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ കണക്ക് വിവരങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ നിലവാരം ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ ഹോസ്പിറ്റലിന്റെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. പിന്നെന്താ പറഞ്ഞത്? ഡാറ്റയുടെ സഹായത്തോടു കൂടി, രേഖകളുടെ സഹായത്തോടു കൂടി, റിസോഴ്സുകളുടെ സഹായത്തോടു കൂടിയാണ് ഓഡിറ്റ് നടത്തുന്നത്. ഡാറ്റ ഉണ്ടാവും, ഡോക്യുമെന്റ്സ് ഉണ്ടാവും, റിസോഴ്സ് ഉണ്ടാവും. ഇവയുടെ മൂന്നിന്റെയും സഹായത്തോടു കൂടിയിട്ടാണ് ഹോസ്പിറ്റലുകളിൽ ഓഡിറ്റ് നടത്തുന്നത്. മനസ്സിലായോ? രണ്ടാമത്തെ ഡെഫിനിഷൻ ക്ലിയർ ആണോ? എഴുതി വെച്ചോളൂ കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലൊന്ന് എഴുതി വെച്ചോളൂ, അല്ലെങ്കിൽ പിന്നെ ഇനി എക്സാമിന് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ. ഓഡിറ്റ് എന്താണെന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇൻ ഹെൽത്ത് കെയർ ഈസ് എ പ്രോസസ് യൂസ്ഡ് ബൈ ഹെൽത്ത് പ്രൊഫഷണൽസ് ടു എസ്റ്റിമേറ്റ്, evaluate and refine care of patient in a systematic way. Audit calculates current practice against a defined standard. It belongs to clinical governance, which aims at safeguarding a high quality of clinical care for patient. എന്താ പറയുന്നത്? ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഇൻ ഹെൽത്ത് കെയർ ഈസ് എ പ്രോസസ്, ഒരു പ്രോസസ് ആണ് യൂസ്ഡ് ബൈ ഹെൽത്ത് പ്രൊഫഷണൽസ് ടു എസ്റ്റിമേറ്റ്, ഇവാലുവേറ്റ് ആൻഡ് റിഫൈൻ കെയർ ഓഫ് പേഷ്യൻസ് ഇൻ എ സിസ്റ്റമാറ്റിക് വേ. ഹെൽത്ത് കെയർ എന്നത് ചിട്ടയായ രീതിയിൽ രോഗികളുടെ പരിചരണം, അതുപോലെ തന്നെ കണക്കെടുപ്പ് അല്ലെ, കണക്കാക്കാനായിട്ട്, അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് രോഗികളുടെ പരിചരണം, അതുപോലെ അത് കണക്കാക്കാനും ഇവാലുവേറ്റ് ചെയ്യാനും പരിഷ്കരിക്കാനും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സാണ് അല്ലെങ്കിൽ ഒരു പ്രക്രിയയാണ് ഇത് ഓഡിറ്റ് എന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്? ഹെൽത്ത് കെയർ എന്നത് ചിട്ടയായ രീതിയിൽ രോഗികളുടെ പരിചരണം നടത്തുക, അതുപോലെ അതിന്റെ കാൽക്കുലേഷൻ കണക്കാക്കാനായിട്ട്, അതുപോലെ അത് വിലയിരുത്താനും പരിഷ്കരിക്കാനും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് ഓഡിറ്റ്. മനസ്സിലായോ? ഫസ്റ്റ് പോയിന്റ് അതാണ് മീൻ ചെയ്യുന്നത് കേട്ടോ. ഒരു പ്രോസസ്സാണ് അല്ലെ, ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സാണെന്ന് പറയുന്നത് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? ചിട്ടയായ രീതിയിൽ രോഗികളെ പരിചരിക്കുന്നതിനും അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനും, അത് എങ്ങനെയാണെന്നുള്ള കാൽക്കുലേഷൻ നടത്തുന്നതിനും അത് ഇവാലുവേറ്റ് ചെയ്യുന്നതിനും പരിഷ്കരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സ്. കിട്ടിയോ? അത് മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി കേട്ടോ. ആ ഡെഫിനിഷൻ ആണ് കൂടുതലും നോക്കേണ്ടത്. രണ്ട് ഡെഫിനിഷൻസ് പഠിക്കണം. ഇനി സെക്കൻഡ് പോയിന്റിൽ എന്താണ് മീൻ ചെയ്യുന്നത്? ഓഡിറ്റിന്റെ മെയിൻ എയിം കൊടുത്തിട്ടുണ്ട് അല്ലെ. എന്താണ് മെയിൻ എയിം? ലാസ്റ്റ് പോയിന്റിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ? എയിംസ് അറ്റ് സേഫ് ഗാർഡിംഗ് എ ഹൈ ക്വാളിറ്റി ഓഫ് ക്ലിനിക്കൽ കെയർ ഫോർ പേഷ്യന്റ്. പേഷ്യന്റിന് നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ക്ലിനിക്കൽ കെയർ പ്രൊവൈഡ് ചെയ്യണം. അതാണ് ഓഡിറ്റിന്റെ മെയിൻ എയിം. പറഞ്ഞില്ലേ മിസ്? ആ നിലവാരം, അവര് നിശ്ചയിച്ചിട്ടുള്ള നിലവാരം ഉണ്ടാവും. ആ നിലവാരത്തിൽ എത്തുന്നുണ്ടോ അവര് കൊടുക്കുന്ന കെയറിന്?
ആ നിലവാരത്തിൽ എത്തുന്നുണ്ടോ എന്ന് നോക്കുന്നത്, എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റലുകളിൽ അവർ കൊടുക്കുന്ന സർവീസ് ആ സ്റ്റാൻഡേർഡോട് കൂടി, ആ എത്ര സ്റ്റാൻഡേർഡിൽ എത്തിയിട്ട് അല്ലെങ്കിൽ അത് എത്ര നിലവാരം പുലർത്തിയിട്ടാണ് രോഗികൾക്ക് കെയർ കൊടുക്കുന്നത്, അത് ചെക്ക് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് അല്ലെങ്കിൽ പ്രോസസ്സാണ് ഓഡിറ്റ്. ക്ലിയർ ആയോ? ഇപ്പൊ എന്താണ് ഓഡിറ്റിന്റെ മെയിൻ എയിം? എന്താണ്? safeguarding a high quality of clinical care for patient. അതൊന്ന് അടിയിൽ വരച്ചു വെച്ചോളൂ കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, ചിലപ്പോൾ എയിം ചോദിക്കാം. ഓക്കെ, മനസ്സിലായോ? ഓഡിറ്റ് ആ പാരഗ്രാഫ് മനസ്സിലായോ? വായിച്ചു നോക്കിയേ, ഡെഫിനിഷനും ആ 2 പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണ്. ഇനി നെക്സ്റ്റ് ടോപ്പിക് നോക്കിയേ, വൈ ഓഡിറ്റ്. ഓഡിറ്റ് നടത്തുന്നത് എന്തിനാണ് അല്ലെ? ഓഡിറ്റ് നടത്തുന്നത് എന്തിനാണ്? വൈ ഓഡിറ്റ് പോയിന്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, സസ്റ്റെയിൻ ദ ഡാറ്റ ക്വാളിറ്റി. ഡാറ്റ ക്വാളിറ്റി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, അല്ലെങ്കിൽ എന്താണ്, നല്ല രീതിയിലുള്ള ഡാറ്റകൾ നിലനിർത്താൻ വേണ്ടിയിട്ട്. സസ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിലനിർത്തുക. ഡാറ്റയുടെ ക്വാളിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഓഡിറ്റ് ചെയ്യുന്നത്. അതുപോലെ എന്താണ്? ഡിഫൈൻ റെപ്യൂട്ടേഷൻ ഓഫ് സ്റ്റാഫ്, ഓർഗനൈസർ ആൻഡ് ഹെൽത്ത് ഹോസ്പിറ്റൽ. എന്താണ് റെപ്യൂട്ടേഷൻ? എന്താണ് റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാല്? പദവി അല്ലെ, പദവി എന്നാണ് പറയുന്നത് കേട്ടോ റെപ്യൂട്ടേഷന്. അപ്പൊ എന്താണ്, നല്ല രീതിയിൽ ഒരു ഓഡിറ്റ് നടക്കുകയാണെങ്കിൽ നല്ല നിലവാരത്തോട് കൂടിയിട്ടാണ് ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്നത് അല്ലെ. നല്ല സ്റ്റാൻഡേർഡിൽ, ഞാൻ പറഞ്ഞു ഹോസ്പിറ്റൽസിൽ ഓഡിറ്റ് നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ സ്റ്റാൻഡേർഡ്സിൽ എത്തിയോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ടാണ്. അത് സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്തിട്ടുണ്ടാകും, ആ ഫിക്സ് ചെയ്ത സ്റ്റാൻഡേർഡ്സിൽ എത്തിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഓഡിറ്റ്. ഹോസ്പിറ്റലുകളിൽ നടത്തുന്ന ഓഡിറ്റ്. അപ്പോ അങ്ങനെ ഓഡിറ്റ് നടത്തുമ്പോ അവിടുത്തെ സ്റ്റാഫുകൾക്ക് നല്ല രീതിയിൽ അല്ലെ, നല്ല രീതിയിലാണ് പബ്ലിക്കിന്റെ ഇടയിൽ നല്ല നിലവാരത്തോട് കൂടിയിട്ടാണ് ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നതെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകളുടെ റെപ്യൂട്ടേഷൻ കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്റ്റാഫുകളുടെ ആയാലും ഡോക്ടേഴ്സിന്റെ ആയാലും അല്ലെ, അവിടുത്തെ മാനേജറോ ഓർഗനൈസറോ അങ്ങനെയുള്ള ആരുടെ പദവിയും എന്താണ്, കൂടാനായിട്ട് സഹായിക്കുന്നു. ഇനി എന്താണ്? ഡിഫൈൻ കറന്റ് ആൻഡ് ഫ്യൂച്ചർ ഫണ്ടിങ്. ഇപ്പോ ഈ ഓഡിറ്റ് നടക്കുമ്പോ എന്താണ്, കറന്റ് ആയിട്ടുള്ളതും ഇപ്പോഴുള്ളതും അതുപോലെ തന്നെ ഭാവിയിൽ വരാനുള്ള സാധ്യതയുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള ക്രൈസിസ്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള നഷ്ടങ്ങള് പ്രതിരോധിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫിനാൻഷ്യൽ ക്രൈസിസ്, ഫിനാൻഷ്യൽ നഷ്ടങ്ങളെ ഐഡന്റിഫൈ ചെയ്ത് അത് പ്രതിരോധിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി എന്താണ്? റിഫൈൻ ക്വാളിറ്റി. എന്താണ്? ഹോസ്പിറ്റൽ കെയർ കൊടുക്കുന്നതില്
രോഗികളുടെ രോഗികൾക്ക് ഹോസ്പിറ്റൽ കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ക്വാളിറ്റി ആയിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെന്താ, യൂസ്ഫുൾ ഫോർ ക്ലിനിക്കൽ ഇംപ്രൂവ്മെന്റ്. ഇപ്പോ ഓഡിറ്റ് നടത്തുമ്പോൾ ചില രോഗികൾക്ക് അല്ലെങ്കിൽ പേഷ്യൻസിന് കെയർ കൊടുക്കുന്നത് അതിനകത്ത് ഇംപ്രൂവ്മെന്റ് വരുത്താനായിട്ട്, ഇംപ്രൂവ്മെന്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിനകത്ത് ഇംപ്രൂവ് ചെയ്ത് നല്ല രീതിയിലുള്ള ക്ലിനിക്കൽ ആയിട്ടുള്ള കെയർ കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി എന്താണ്, ഇൻസ്പയർ ടീം വർക്ക് അല്ലെ. ഇൻസ്പയർ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോത്സാഹിപ്പിക്കുക. ടീം വർക്ക് എന്താണ്, ഇപ്പൊ ഡോക്ടേഴ്സ് ഉണ്ടാവും, നഴ്സുമാരുണ്ടാവും, മറ്റു പല സ്റ്റാഫുകൾ ഉണ്ടാവും. അപ്പൊ ഇവരൊക്കെ എന്താണ്, കൂട്ടമായിട്ട് ഒരു ടീം വർക്ക് ആയിട്ടാണ് ഹോസ്പിറ്റലിലെ ഓരോ പ്രവർത്തനങ്ങളും നടത്തുന്നത്. അപ്പൊ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ്, ഇംപ്രൂവ് പേഷ്യന്റ് കെയർ. നമുക്കറിയാം നല്ല രീതിയിൽ ഓഡിറ്റ് നടത്തുന്നതിലൂടെ പേഷ്യന്റ് കെയർ നല്ല രീതിയിൽ ഇംപ്രൂവ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഫിനാൻഷ്യൽ ബെനിഫിറ്റ്. നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, പീരിയോഡിക്കലി ചെയ്യണം. പീരിയോഡിക്കലി അങ്ങനെ ഓഡിറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഞാൻ പറഞ്ഞു കണക്കും കാര്യങ്ങളും ഉണ്ടാവും. എന്നിരുന്നാൽ കൂടി ഹോസ്പിറ്റലിൽ എന്താണ് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആ സ്റ്റാൻഡേർഡിലോട്ട് എത്തിയോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഹോസ്പിറ്റലുകളിൽ മെയിൻ ആയിട്ടുള്ള ഓഡിറ്റ് നടത്തുന്നത്. അപ്പൊ അങ്ങനെ കണക്കും കാര്യങ്ങളും ചെക്ക് ചെയ്യുമ്പോൾ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് കിട്ടുമോ എന്നുള്ള ആ ഇത് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ട്. നല്ല നിലവാരത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ എന്താണ്, കൃത്യമായിട്ടും എന്താണ്, മെയിൻ ആയിട്ടും ഫിനാൻഷ്യൽ ബെനിഫിറ്റ് അവിടെ ഉണ്ടാകുന്നുണ്ട്. പിന്നെന്താണ്, ബിക്കം നെസസറി ഫോർ മീറ്റിംഗ് ലിറ്റിഗേഷൻ അണ്ടർ CPA. CPA എന്ന് പറഞ്ഞാൽ എന്താണ്, കെയർ പ്രോഗ്രാം അപ്രോച്ച് ആണ് കേട്ടോ. CPA മീൻസ് കെയർ പ്രോഗ്രാം അപ്രോച്ച്. കെയർ പ്രോഗ്രാം അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പേഷ്യൻസിന് ഇപ്പൊ വല്ല കംപ്ലൈന്റ്, അവർക്ക് കൊടുക്കുന്ന സർവീസ് എന്തെങ്കിലും കംപ്ലൈന്റ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ്, ഈ CPAയുടെ കീഴിലാണ് അത് തീർപ്പാക്കുന്നത്. മനസ്സിലായോ? CPA എന്ന് പറഞ്ഞാൽ എന്താണ്, കെയർ പ്രോഗ്രാം അപ്രോച്ച് ആണ്. പേഷ്യൻസിന് എന്തെങ്കിലും കംപ്ലൈൻസോ മറ്റു കംപ്ലൈൻസ്, അവിടെ കൊടുക്കുന്ന സർവീസിൽ എന്തെങ്കിലും കംപ്ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് തീർപ്പാക്കുന്നത് CPAയുടെ കീഴിലാണ്. അപ്പോ ഓഡിറ്റ് നടത്തുന്നതിലൂടെ കംപ്ലൈൻസുകൾ തീർപ്പാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് വൈ ഓഡിറ്റിൽ വരുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത് കേട്ടോ. സസ്റ്റെയിൻ ദ ഡാറ്റ ആൻഡ് ക്വാളിറ്റി. ഡാറ്റയുടെ ക്വാളിറ്റി നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫുകളായാലും നഴ്സുമാരും ഡോക്ടേഴ്സ് ഓർഗനൈസർ അവരുടെയൊക്കെ പദവി നിലനിർത്താനായിട്ട് അല്ലെങ്കിൽ പദവി ഇംപ്രൂവ് ആക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ കറണ്ട് ഇപ്പോഴുള്ളതും ഫ്യൂച്ചറിൽ വരാൻ പോകുന്നതുമായിട്ടുള്ള ഫിനാൻഷ്യൽ നഷ്ടങ്ങള്, ഫിനാൻഷ്യൽ ക്രൈസിസിനെ കുറിച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യുകയും അത് പ്രതിരോധിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ക്വാളിറ്റിയോടുകൂടി ഹോസ്പിറ്റലിൽ കെയർ കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ക്ലിനിക്കൽ ഇംപ്രൂവ്മെന്റ് വേണമെങ്കിൽ അത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു ടീം വർക്ക് ആയിട്ട് ഹോസ്പിറ്റലിലെ മൊത്തം സ്റ്റാഫുകളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ടീം വർക്ക് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ പേഷ്യന്റ് കെയർ ഇംപ്രൂവ് ആക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഓരോ പീരിയോഡിക്കൽ ആയിട്ടും ഓഡിറ്റ് നടത്തുമ്പോൾ അവിടെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ട്. CPA എന്ന് പറഞ്ഞാൽ എന്താണ്, കെയർ പ്രോഗ്രാം അപ്രോച്ച് ആണ്. അവിടെ എന്താണ്, ഈ CPAയുടെ കീഴിലാണ് പേഷ്യൻസ് എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ തീർപ്പാക്കുന്നത്. ഓഡിറ്റ് നടത്തുന്നതിലൂടെ ഈ കംപ്ലൈൻസ് തീർപ്പാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഒന്ന് വായിച്ചു നോക്കിയേ.
പോയിന്റ്സ് ക്ലിയർ ആയോ? ബൈ ഓഡിറ്റിന്റെ പോയിന്റ്സ് ഓക്കെയാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ, അധികം പഠിക്കേണ്ട ആവശ്യമില്ലത്, മനസ്സിലാക്കിയാൽ മതി. ഇനി എന്താണ് ഇനി ഉള്ള പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ. ഓഡിറ്റ് മേ ബി ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ. ഓഡിറ്റ് രണ്ട് തരത്തിലുണ്ട്, ഇന്റേണൽ ഉണ്ട് എക്സ്റ്റേണൽ ഉണ്ട്. ഇന്റേണൽ ഓഡിറ്റ് എന്താണെന്ന് നോക്കാം കേട്ടോ. ആൻഡ് ഇന്റേണൽ ഓഡിറ്റ് ഈസ് ആൻ independent evaluation to provide guarantee to the organization that its financial and operational controls are adequate. This procedure comprises organizational policies and procedures proportional to required complaints demands. എന്താ പറഞ്ഞത്? ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല് ഒരു ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ ആണ്. അതിനൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ, കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനകത്ത്. ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ ആണ്, ഇതാണ് ഫസ്റ്റ് പോയിന്റ്, മാർക്ക് ചെയ്ത് വെക്കാം. ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ. അതുപോലെ എന്താണ് സെക്കൻഡ് പോയിന്റ് ആണ് ടു പ്രൊവൈഡ് ഗ്യാരണ്ടി ടു ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ ആണ് ടു പ്രൊവൈഡ് ഗ്യാരണ്ടി ടു ദ ഓർഗനൈസേഷൻ. ഇനി തേർഡ് പോയിന്റ് ആണ് ഓർഗനൈസേഷണൽ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് പ്രൊപ്പോർഷണൽ ടു ദ റിക്വയർഡ് കമ്പനീസ് ഡിമാൻഡ്. എന്താ പറഞ്ഞത്? ഓർഗനൈസേഷണൽ പോളിസീസ്, ഓരോ ഓർഗനൈസേഷനും എന്തുണ്ട്? പോളിസീസും പ്രൊസീജിയേഴ്സും ഉണ്ട് അല്ലെ. അപ്പോ ഇവിടെ ഹോസ്പിറ്റലുള്ള ഓർഗനൈസേഷൻ, ഹോസ്പിറ്റലുള്ള ഓർഗനൈസേഷൻ ആണ്, അതിനെന്തുണ്ട്? പോളിസിയും പ്രൊസീജിയറും ഉണ്ട്. ആ പോളിസിയും പ്രൊസീജിയറും പ്രൊപ്പോർഷണൽ ആണോ, അനുതാപത്തിലാണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് എന്ത്? ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എന്താ പറഞ്ഞത്? ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ ആണ് അവിടെ ചെയ്യുന്നത്. അതുപോലെ എന്താണ്? പ്രൊവൈഡ് ഗ്യാരണ്ടി ടു ദ ഓർഗനൈസേഷൻ, ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. അതുപോലെ എന്താണ്? ഓർഗനൈസേഷന്റെ ഓരോ ഓർഗനൈസേഷനും എന്നിട്ട് പോളിസീസും പ്രൊസീജിയേഴ്സും ഉണ്ട്. അതുപോലെ എന്താണ്? ഹോസ്പിറ്റലിനും ഓരോ പോളിസിയും പ്രൊസീജിയറും ഉണ്ട്. ഈ പോളിസിയും പ്രൊസീജിയറും അനുതാപത്തിലാണോ, പ്രൊപ്പോർഷണൽ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞത്. ക്ലിയർ ആയോ? ഒന്നുകൂടിയും പറഞ്ഞു തരാം. എന്താണ്? ഒരു ഹോസ്പിറ്റലിന്റെ എല്ലാ തരം പ്രവർത്തനങ്ങളും എങ്ങനെയാണ്, എങ്ങനെയുള്ളതാവാം എല്ലാ തരം പ്രവർത്തനങ്ങളും? ഇക്കണോമിക്കലി ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഡേ ടു ഡേ പ്രവർത്തനങ്ങളായിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാ തരം പ്രവർത്തനങ്ങളെയും ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ് ആണ് എന്ത്? അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് ഇന്റേണൽ ഓഡിറ്റ്. കിട്ടിയോ? ഒരു ഹോസ്പിറ്റലിലെ എല്ലാ തരം പ്രവർത്തനങ്ങളെയും, എക്കണോമിക്കലി ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഡേ ടു ഡേ പ്രവർത്തനങ്ങളായിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാ തരം പ്രവർത്തനങ്ങളെയും ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് ഇന്റേണൽ ഓഡിറ്റ്. കൺസെപ്റ്റ് മനസ്സിലായോ ഇന്റേണൽ ഓഡിറ്റിന്റെ? ഓക്കെ ആണോ? ഇനി ഒരു കാര്യം കൂടിയുണ്ട്. ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്നത് ഹോസ്പിറ്റലിലുള്ള ഒരു സ്റ്റാഫ് ആയിരിക്കും. പ്രത്യേക തരത്തില് നിശ്ചയിച്ചിട്ടുള്ള അല്ലെങ്കിൽ തീരുമാനിച്ചിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കും ഇന്റേണൽ ഓഡിറ്റ്. ഹോസ്പിറ്റലിന് ഉള്ളിലുള്ള സ്റ്റാഫാണ് ഇന്റേണൽ ഓഡിറ്റ് ചെയ്യുന്നത്. ഇന്റേണൽ എന്ന് പറയുമ്പോൾ അതൊന്ന് വെച്ചിട്ട് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. ഉള്ളിലുള്ള സ്റ്റാഫാണ് ഇന്റേണൽ ഓഡിറ്റ് ചെയ്യുന്നത്, നടത്തുന്നത്. ഓക്കെ ആണോ? മനസ്സിലായോ ഇന്റേണൽ ഓഡിറ്റ്?
ഇനി പറയണോ മിസ്? കിട്ടി? ഓക്കെ. ഇനി എന്താണ് എക്സ്റ്റേണൽ ഓഡിറ്റ് നോക്കിയേ. External audit are used to evaluate certain aspects of characteristics of a healthcare providing organization against specified standards. 1 minute ട്ടോ. Accordingly, the implementation of an external audit needs an external standards and cooperation from beyond the hospital and distinguish them from internal audit. ഇനി internal external audit എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു internal audit എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ഇവാലുവേറ്റ് ചെയ്യുന്ന രീതി. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല് ആരായിരിക്കും നടത്താൻ പറയാൻ പറ്റോ? ഇന്റേണൽ ഓഡിറ്റ് എന്താ പറഞ്ഞത്? ആരാണ് ചെയ്യുന്നത്? ഇന്റേണൽ ഓഡിറ്റ് ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോ എക്സ്റ്റേണൽ ഓഡിറ്റ് ആരാ ചെയ്യാം? പറയാൻ പറ്റുമോ? ഗസ് ചെയ്യാൻ പറ്റുമോ? പുറത്തു നിന്നുള്ള ആളുകള് അല്ലെ, പുറത്തു നിന്നുള്ള ആരെങ്കിലും ആയിരിക്കും അത് ചെയ്യുന്നത് കേട്ടോ. പുറത്തു നിന്ന് വരുന്ന സ്റ്റാഫുകളാണ് എക്സ്റ്റേണൽ ഓഡിറ്റ് ചെയ്യുന്നത്. ഇനി എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചില ക്രൈറ്റീരിയകൾ പാലിക്കുന്ന ആരോഗ്യ സംരക്ഷണ കേന്ദ്രത്തിന്റെ സ്വഭാവ സവിശേഷതകൾ വിലയിരുത്തുന്നതാണ് എക്സ്റ്റേണൽ ഓഡിറ്റ്. മനസ്സിലായോ? എന്തെങ്കിലും വായിച്ചപ്പോ പറഞ്ഞപ്പോ ചില ക്രൈറ്റീരിയകൾ പാലിക്കുന്ന ആരോഗ്യ സംരക്ഷണ കേന്ദ്രത്തിന്റെ സ്വഭാവ സവിശേഷതകൾ വിലയിരുത്തുന്നതാണ് എക്സ്റ്റേണൽ ഓഡിറ്റ്. എന്താ പറഞ്ഞത്? എന്താണ് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരാം, നോക്കിക്കോ. ഒരു ഹോസ്പിറ്റൽ അല്ലെ, ഒരു എല്ലാ ഓർഗനൈസേഷനും അല്ലെങ്കിൽ എന്താണ് എല്ലാ ഹോസ്പിറ്റൽസും പല പല ക്രൈറ്റീരിയകൾ വെച്ചാണ് അവര് ഫോളോ ചെയ്ത് പോകുന്നത് അല്ലെ. പല പല ഹോസ്പിറ്റൽസ് ഉണ്ട്. ആ പല ഹോസ്പിറ്റൽസും പല രീതിയിലുള്ള ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ഫോളോ ചെയ്ത് പോകുന്നത്. പല രീതിയിലുള്ള ക്രൈറ്റീരിയകൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ ക്രൈറ്റീരിയാസിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ, സ്വഭാവ സവിശേഷതകളെ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് എക്സ്റ്റേണൽ ഓഡിറ്റ്. മനസ്സിലായോ? പിടികിട്ടിയോ എന്താണെന്ന്? എക്സ്റ്റേണൽ ഓഡിറ്റ് എന്താണ് പറഞ്ഞത്? പല ഹോസ്പിറ്റൽസ് ഉണ്ട്, അവരെന്ത് ചെയ്യുന്നത്? പല ക്രൈറ്റീരിയാസ് വെച്ചിട്ടാണ് ഓരോ പ്രവർത്തനങ്ങളും നടത്തുന്നത്. അപ്പൊ ആ പല ക്രൈറ്റീരിയാസിന്റെയും ക്യാരക്ടറിസ്റ്റിക്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതി, അതാണ് എക്സ്റ്റേണൽ ഓഡിറ്റ്. പിടികിട്ടിയോ എന്താണെന്ന്? മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണ്. അപ്പോ എക്സ്റ്റേണൽ പറഞ്ഞു തരാം കേട്ടോ. എന്താ പറഞ്ഞത്? പല ഹോസ്പിറ്റൽസും പല ക്രൈറ്റീരിയാസ് ആണ് ഫോളോ ചെയ്യുന്നത്. ആ ക്രൈറ്റീരിയാസിന്റെ സ്വഭാവ സവിശേഷതകൾ, ക്യാരക്ടറിസ്റ്റിക്സിനെ എന്ത് ചെയ്യുന്നത്? ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് എക്സ്റ്റേണൽ ഓഡിറ്റ്. കിട്ടിയോ? ഹോസ്പിറ്റൽസ് പല ക്രൈറ്റീരിയാസ് ആണ് ഫോളോ ചെയ്യുന്നത്. ആ ക്രൈറ്റീരിയാസിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവാലുവേറ്റ് ചെയ്യുന്നു. അതാണ് എക്സ്റ്റേണൽ ഓഡിറ്റ്. ഈ എക്സ്റ്റേണൽ ഓഡിറ്റ് ചെയ്യുന്നത് ഹോസ്പിറ്റലിന്റെ പുറത്തു നിന്ന് വരുന്ന സ്റ്റാഫാണ് അത് ചെയ്യുന്നത്. അത് കിട്ടിയില്ലേ? മനസ്സിലായോ? വായിച്ചു നോക്കിയേ. എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഓഡിറ്റ് വായിക്കട്ടോ. ഇനി നെക്സ്റ്റ് പറയുമ്പോ മെഡിക്കൽ ഓഡിറ്റ് പറയുന്നുണ്ട്, അതിന് ഡൗട്ട് അടിക്കരുത്. ഓക്കെ, എക്സ്റ്റേണലും ഇന്റേണൽ ഓഡിറ്റ് നന്നായിട്ട് വായിക്കാം.
കിട്ടിയോ? മനസ്സിലായോ? എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഓഡിറ്റ് ഡൗട്ട് ഉണ്ടോ ഇനി? ഓക്കെ ആണ്. നെക്സ്റ്റ് നോക്കിയേ, മെഡിക്കൽ ഓഡിറ്റ്. Medical audit is defined as the assessment of medical care retrospect through scrutiny of medical records. So medical audit എന്ന് പറഞ്ഞാൽ എന്താണ്? മെഡിക്കൽ റെക്കോർഡ് പരിശോധിച്ച ശേഷം മുൻകാലങ്ങളിലെ വൈദ്യ പരിചരണം നിലനിർത്തുന്നു. എന്താ പറഞ്ഞത്? മെഡിക്കൽ റെക്കോർഡ് പരിശോധിച്ച ശേഷം മുൻകാലങ്ങളിലെ വൈദ്യ പരിചരണം നിലനിർത്തുന്നു. എന്താണ്? മെഡിക്കൽ റെക്കോർഡ് വെച്ചിട്ടാണ് ഈ മെഡിക്കൽ ഓഡിറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് പോയിന്റ്, പഠിക്കാനുള്ളതാണ് കേട്ടോ. എന്താണ്? മെഡിക്കൽ റെക്കോർഡ് വെച്ചിട്ടാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഇപ്പൊ ഒരു ഹോസ്പിറ്റലില് ഒരു 1000 മെഡിക്കൽ റെക്കോർഡ് അല്ലെ, രോഗികളുടെ പരിശോധിക്കുന്ന ആ റെക്കോർഡ്, മെഡിക്കൽ റെക്കോർഡ് രോഗികളുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡാണ് കേട്ടോ മെഡിക്കൽ റെക്കോർഡ്. അപ്പൊ ആ മെഡിക്കൽ റെക്കോർഡ് ഒരു 1000 എണ്ണം ഉണ്ടെങ്കിൽ അത് നോക്കി എന്താണ് പരിശോധിച്ച ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? ഡോക്ടർമാർ ട്രീറ്റ് ചെയ്യുന്നത്, മുൻകാലങ്ങളിൽ എങ്ങനെയാണ് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നത്, അതിന്റെ ബേസിലാണ് ഇവാലുവേഷൻ ചെയ്യുന്നത്. മനസ്സിലായോ? ഒരു മെഡിക്കൽ റെക്കോർഡ് ഒരു 1000 എണ്ണം ഉണ്ടെങ്കിൽ അത് നോക്കി പരിശോധിച്ച ശേഷം ഡോക്ടർമാർ മുൻകാലങ്ങളിൽ എങ്ങനെയാണ് പേഷ്യൻസിന് കെയർ കൊടുത്തിരുന്നത്, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവാലുവേഷൻ ചെയ്യുന്നത്. അതാണ് മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല്. കിട്ടിയോ? മെഡിക്കൽ ഓഡിറ്റ് എന്താണെന്ന്? മെഡിക്കൽ റെക്കോർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ യൂസ് ചെയ്തുകൊണ്ടാണ് മെഡിക്കൽ ഓഡിറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഈ മെഡിക്കൽ ഓഡിറ്റ് ഒരു 1000 എണ്ണം ഉണ്ടെങ്കിൽ അത് നോക്കി പരിശോധിച്ച് അത് എന്ത് ചെയ്യുന്നുണ്ട്? ഡോക്ടർമാരെ എങ്ങനെയാണ് ആദ്യ കാലങ്ങളിൽ രോഗികളെ പരിചരിച്ചിരുന്നത്, അതിന്റെ ബേസിലാണ് ഇവാലുവേഷൻ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇനി നോക്കിയേ, ഇറ്റ് ഈസ് എ planned analysis program which clearly monitors and evaluates the clinical performance of all practitioners, record by qualified professional staffs to identify, examine or verify the performance using accepted criteria. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് മെഡിക്കൽ റെക്കോർഡ് ചെയ്യുന്നത്, മെഡിക്കൽ ഓഡിറ്റ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാ പ്രാക്ടീഷണർമാരുടെയും ക്ലിനിക്കൽ പ്രകടനം വ്യക്തമായി നിരീക്ഷിക്കാനും വിലയിരുത്താനും ചെയ്യുന്ന ഒരു പ്ലാൻഡ് പ്രോഗ്രാം ആണ് മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല്. എന്താ പറഞ്ഞത്? എല്ലാ പ്രാക്ടീഷണർമാരുടെയും ക്ലിനിക്കൽ പ്രകടനം വ്യക്തമായി നിരീക്ഷിക്കാനും വിലയിരുത്താനും വേണ്ടി ചെയ്യുന്ന ഒരു പ്ലാൻഡ് പ്രോഗ്രാം, അതാണ് മെഡിക്കൽ ഓഡിറ്റ്. ഇതിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? പ്രാക്ടീഷണർമാരുടെ എല്ലാ കാര്യങ്ങളെയും ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, പ്രാക്ടീഷണർമാരുടെ ക്ലിനിക്കൽ ആയിട്ടുള്ള പ്രകടനം, അവരെങ്ങനെയാണ് രോഗികൾക്ക് ക്ലിനിക്കൽ കെയർ കൊടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മെഡിക്കൽ ഓഡിറ്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇനി ഈ മെഡിക്കൽ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം നിയമിക്കുന്ന സ്റ്റാഫുകളുണ്ട്, അവരാണ് ഈ മെഡിക്കൽ ഓഡിറ്റ് ചെയ്യുന്നത്. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. മെഡിക്കൽ ഓഡിറ്റ് മനസ്സിലായോ എന്താണെന്ന്? എന്താ മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല്? മെഡിക്കൽ റെക്കോർഡ് യൂസ് ചെയ്തുകൊണ്ടാണ്, ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടാണ് മെഡിക്കൽ ഓഡിറ്റ് നടത്തുന്നത്. അതുപോലെ ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ഒരു 1000 മെഡിക്കൽ റെക്കോർഡ് ഉണ്ടെങ്കിൽ അത് നോക്കി പരിശോധിച്ച ശേഷം മുൻകാലങ്ങളിൽ ഡോക്ടേഴ്സ് എങ്ങനെയാണ് രോഗികളെ പരിചരിച്ചിരുന്നത് എന്നുള്ള ബേസിലാണ് ഇവാലുവേഷൻ നടത്തുന്നത്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് മെഡിക്കൽ ഓഡിറ്റ് നടത്തുന്നത്, ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പ്രാക്ടീഷണർമാരുണ്ടാവുമല്ലോ, ഈ പ്രാക്ടീഷണർമാരുടെ ക്ലിനിക്കൽ പ്രകടനം എങ്ങനെയാണെന്നുള്ളത് നിരീക്ഷിച്ച് അത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ടാണ് മെഡിക്കൽ ഓഡിറ്റ് നടത്തുന്നത്. കിട്ടിയില്ലേ അത്? ഇനി എന്താണ്? ഈ മെഡിക്കൽ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം നിയമിച്ച സ്റ്റാഫുകൾ ഉണ്ടാവും.
ആ സ്റ്റാഫുകൾ വന്നാണ് മെഡിക്കൽ ഓഡിറ്റ് ചെയ്യുന്നത്. കിട്ടിയോ മെഡിക്കൽ ഓഡിറ്റ്? വായിച്ചു നോക്കിയൊന്ന്. ഡൗട്ട് ഉണ്ടോ? ഒന്ന് വായിച്ചു നോക്കട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ക്ലിയർ ആണോ മെഡിക്കൽ ഓഡിറ്റ്? വായിച്ചു നോക്കിയോ? ഓക്കെ ആണ്. ഇത്രയും വരെ മിസ് എടുക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡൗട്ട് ഇതാവും. അപ്പൊ കുറെ എടുത്താലേ കുറെ ഓഡിറ്റുകൾ ഉണ്ടെങ്കിൽ മനസ്സിലാകാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ ആണല്ലേ? നമ്മൾ പഠിച്ച ഓഡിറ്റുകളാണ് ഇന്റേണൽ ഓഡിറ്റ് ഉണ്ട്. ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റലിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതുപോലെ എക്സ്റ്റേണൽ ഓഡിറ്റ് എന്തായിരുന്നു? എക്സ്റ്റേണൽ ഓഡിറ്റ് എന്തായിരുന്നു? ഹോസ്പിറ്റലുകൾ ഫോളോ ചെയ്യുന്ന പല ക്രൈറ്റീരിയാസ് ഉണ്ട്. ആ ക്രൈറ്റീരിയാസിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് എക്സ്റ്റേണൽ ഓഡിറ്റ്. അതുപോലെ മെഡിക്കൽ ഓഡിറ്റ് എന്താണ്? മെഡിക്കൽ റെക്കോർഡുകൾ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു ഹോസ്പിറ്റലില് 1000 മെഡിക്കൽ റെക്കോർഡ് ഉണ്ടെങ്കിൽ അത് നോക്കി പരിശോധിച്ച് അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്? രോഗികളെ എങ്ങനെയാണ് ഡോക്ടർമാർ മുൻകാലങ്ങളിൽ പരിശോധിച്ചിരുന്നത് എന്ന് ആ ബേസിലാണ് ഇവാലുവേഷൻ നടത്തുന്നത്. ഈ ഇവാലുവേഷൻ നടത്തുമ്പോൾ എന്താണ്? പ്രത്യേക തരത്തിലുള്ള സ്റ്റാഫുകളെ നിയമിച്ചിട്ടുണ്ടാവും. അവര് വന്നാണ് ഈ മെഡിക്കൽ ഓഡിറ്റ് ചെയ്യുന്നത്. അതുപോലെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ മെഡിക്കൽ ഓഡിറ്റ് നടത്തുന്നത്? പ്രാക്ടീഷണർമാരുടെ എന്താണ്? പ്രകടനം, ക്ലിനിക്കൽ പ്രകടനം നിരീക്ഷിക്കാനും അതുപോലെ തന്നെ അത് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് നടത്തുന്നത്? മെഡിക്കൽ ഓഡിറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഈ ഓഡിറ്റിന്റെ ഡെഫിനിഷൻ നോക്കാട്ടോ. 2 ഡെഫിനിഷൻ നോക്കണം, പഠിക്കണം. അതുപോലെ അതിന്റെ എയിം, ഓഡിറ്റിന്റെ എയിം എന്താണെന്നുള്ളത് പഠിക്കാം. അതുപോലെ വൈ ഓഡിറ്റ് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. അതുപോലെ ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇന്റേണൽ ഓഡിറ്റ് എന്താണ്, എക്സ്റ്റേണൽ ഓഡിറ്റ് എന്താണ്, മെഡിക്കൽ ഓഡിറ്റ് എന്താണ് എന്നുള്ളത് പഠിച്ചിട്ട് വരാം. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞത് ാണോ? പഠിച്ചിട്ട് വരാം, അല്ലെങ്കിൽ ഇനിയും എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവും കേട്ടോ. താങ്ക് യു.